ആനുകാലിക പ്രസക്തിയുള്ള 2 വാർത്തകൾ ഒരേ ദിവസം വന്നു എന്നുള്ളതാണ്. അത് ഇന്നലെയുള്ള 2 പ്രമുഖരുടെ പ്രസംഗങ്ങളിൽ നിന്നും വെളിയിലേക്ക് വന്ന കാര്യമാണ്. ശ്രീ മോഹൻ ഭാഗവത്, RSSൻ്റെ സർസംഘ് ചാലക്, അദ്ദേഹം ഒരു പ്രസ്താവന ഇന്നലെ നടത്തി. അദ്ദേഹം പ്രസംഗിച്ചത് നാഗ്പൂരിൽ ഒരു സമ്മേളനത്തിലാണ്. ഒരു പുസ്തകത്തിൻ്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് അത് നടത്തിക്കൊണ്ടുള്ള പ്രസംഗത്തിലാണ് അദ്ദേഹം ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. അതായത് 75 വയസ്സാകുമ്പോൾ നിർബന്ധമായിട്ടും വിരമിക്കണം. അത് പറയാൻ കാരണമെന്ന് പറയുന്നത്, അത് ആരൊക്കെ വിരമിക്കണം എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. എല്ലാവരും വിരമിക്കണമെന്നുള്ള ഒരു അർത്ഥത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന വന്നേക്കുന്നത്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 1950 സെപ്റ്റംബറിലാണ്, സെപ്റ്റംബർ 11-നാണ്. അപ്പോൾ ഇപ്പോൾ ഈ വർഷം സെപ്റ്റംബർ 11 ആവുമ്പോൾ 75 വയസ്സാവും. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനിച്ചതും 1950 സെപ്റ്റംബറിലാണ്. അദ്ദേഹത്തിനും ഈ സെപ്റ്റംബർ ആകുമ്പോൾ 75 വയസ്സാവും. അപ്പോൾ ഈ പറയാതെ പറഞ്ഞു എന്നുള്ളതാണ് അതിൽ നിന്ന് വരുന്നത്. അദ്ദേഹം ശ്രീ നരേന്ദ്രമോദി വിരമിക്കണം എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ പോലും RSSൻ്റെ ഒരു താല്പര്യം എന്നുള്ളത് ആ രീതിക്ക് അദ്ദേഹം സർസംഘചാലകമായിട്ടിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഒഴിയുക, RSSൻ്റെ നേതാവിൻ്റെ സ്ഥാനം ഒഴിയുക എന്നുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹം അങ്ങ് നടത്തുകയാണ്. അത് ചെയ്ത് കാണിക്കുകയാണ്. ഒരു വലിയ അധികാര സ്ഥാനത്ത് ഇപ്പോൾ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം 75 വയസ്സാകുമ്പോൾ ഇത് വിരമിക്കലിനുള്ള സമയമാണത്, വിരമിക്കണം എന്ന് പറയുക എന്ന് പറഞ്ഞത് ഏതാണ്ട് പറയാതെ പറഞ്ഞതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ശ്രീ ഉദ്ധവ് താക്കറയുടെ പാർട്ടിയിലെ ശിവസേനയുടെ നേതാക്കളൊക്കെ അവരൊക്കെ പറയുന്നത്, ശ്രീ റാവുത്ത് ഒക്കെ പറയുന്നത്, ഇത് ശ്രീ നരേന്ദ്രമോദി ഉദ്ദേശിച്ച് തന്നെയാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിനെ മാത്രം ഉദ്ദേശിച്ചാണ്, അല്ലാതെ മറ്റാരെയും ഉദ്ദേശിച്ചല്ല എന്നുള്ളതാണ്. അതുപോലെ പ്രതിപക്ഷ പാർട്ടികളും പറയുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഈ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചാണ് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നേരത്തെ ഒന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു, ഈ RSSൻ്റെ താല്പര്യം ഈ 75 വയസ്സിൽ വിരമിക്കണം എന്നുള്ളതാണെങ്കിലും ശ്രീ നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിനെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. അതിനെക്കുറിച്ച് ഇന്നലെ ശ്രീ മോഹൻ ഭാഗവത് ഒന്നും പറഞ്ഞും കണ്ടില്ല. അങ്ങനെ ഒഴിവാക്കി എന്നൊരു താല്പര്യം ഒഴിവാക്കിയെന്നുണ്ടായിരുന്നെങ്കിൽ ശ്രീ മോഹൻ ഭാഗവത് ഇന്നലെ പറഞ്ഞ ഈ പ്രസ്താവനയോടൊപ്പം ഈ എല്ലാവരും ഈ വിരമിക്കലിൻ്റെ സമയമാണ് 75 വയസ്സെന്ന് പറഞ്ഞതിനോടൊപ്പം പറയാമായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി ഒഴികെ എന്നുള്ളത് അദ്ദേഹത്തിന് പറയാമായിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇനി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവം, നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അദ്ദേഹം സഹകരണ വകുപ്പിൻ്റെയും കൂടെ മന്ത്രിയാണ് അദ്ദേഹം, ശ്രീ അമിത്ഷാ, അദ്ദേഹം ഇന്നലെ അഹമ്മദാബാദിൽ ഈ സഹകരണ പ്രസ്ഥാനങ്ങളെ, അതായത് സ്ത്രീകളെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു പ്രസംഗം നടത്തി. സഹകരണ മന്ത്രി എന്നുള്ള നിലയ്ക്ക് സംസാരിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തെന്നറിയാം, അദ്ദേഹം വിരമിക്കലിനെ കുറിച്ചാണ് അദ്ദേഹവും പറഞ്ഞത്. അതാ രസം. അത് ഏത് പ്രായമെന്നൊന്നും പറഞ്ഞില്ല പുള്ളി കേട്ടോ. അതായത് വിരമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശ്രീ നരേന്ദ്രമോദിക്ക് ഒരു മാർഗദർശനം കൊടുത്തതാണോ എന്നൊരു സംശയമുണ്ട് നമുക്ക് കേട്ടാ. അതായത് വേദങ്ങൾ, ഉപനിഷത്തുകൾ, ജൈവകൃഷി, ഇതിലേക്കായിരിക്കും ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ഏത് പ്രായത്തിൽ വിരമിക്കും എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തിന് 75 വയസ്സൊന്നും ആയിട്ടില്ല കേട്ടോ, ചെറുപ്പമാണ് വളരെ ഇതൊക്കെ വെച്ച് നോക്കിയാൽ. അപ്പോൾ ഒരാൾ വിരമിച്ചാൽ, അതായത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഉപനിഷത്തുകൾ കേട്ടോ, അതേപോലെ തന്നെ വേദങ്ങൾ, അതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതുപോലെ ജൈവകൃഷി നടത്തുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ ജൈവകൃഷിയാണ് നടത്തുന്നതെന്നും അദ്ദേഹത്തിൻ്റെ
പുരയിടത്തിൽ ജൈവകൃഷി നടത്തിയത് മൂലം നല്ല രീതിയിലുള്ള വിളവ് ധാന്യങ്ങൾ നൽകുന്നുവെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞു. പിന്നെ ജൈവകൃഷിയുടെ പ്രത്യേകതകളെക്കുറിച്ച് ഒരുപാടധികം പ്രസ്താവിച്ചു. കാരണം വളമൊന്നും ഇടാൻ പാടില്ല കേട്ടോ, വെള്ളം മാത്രം മതി. പിന്നെ ജൈവ വളങ്ങൾ മാത്രം ഇടാം, അല്ലാതെ കൃത്രിമ വളങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗോതമ്പിൻ്റെയൊക്കെ സ്വഭാവം മാറും, അതുമൂലം ഒരുപാട് രോഗങ്ങൾ മനുഷ്യ ശരീരത്തിലുണ്ടാകും എന്നുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഉദ്ദേശം എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വിരമിക്കലിനെ കുറിച്ച് ഇവർ രണ്ടുപേരും ഒരുമിച്ച് പറയാനിടയായത് എന്താണ് എന്നുള്ളത് ഒരു സംശയം, ഒരു ചിന്താക്കുഴപ്പം ആളുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം മന്ത്രിസഭയിലെ രണ്ടാമനെന്ന് പറയുന്നത് അമിത്ഷാ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പിന്നെ യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ, BJP, അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊന്നും ഞാൻ പറയുന്നില്ല, BJPയിൽ നിന്ന് പ്രധാനമന്ത്രിയായി ഇരിക്കാൻ ഇപ്പോൾ യോഗ്യത ഉള്ളത് ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ യോഗ്യത ഉള്ളത് ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് ശ്രീ നരേന്ദ്രമോദിക്ക് തന്നെയാണ് എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം അതിലും യോഗ്യനായിട്ടുള്ള ഒരാളെ ഞാൻ കാണുന്നില്ല. ഇത് ഒരു അടി കൊടുക്കുന്നത് പോലെ ഈ ശ്രീ മോഹൻ ഭാഗവത് പറയാൻ കാരണമുണ്ട് ഇതിന് കേട്ടോ. കാരണം ശ്രീ നരേന്ദ്രമോദി കുറേ പേരെ 75 വയസ്സിൽ വിരമിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അതായത് ശ്രീ LK അദ്വാനി യഥാർത്ഥത്തിൽ BJP പവറിലേക്ക് വരാനിടയായത് തന്നെ അതിൻ്റെ കാരണക്കാരൻ LK അദ്വാനിയാണ്. അദ്ദേഹം നിർബന്ധമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒതുക്കി ഒരു മൂലയിലിരുത്തി 75 വയസ്സായപ്പം വിരമിപ്പിച്ചു. അതേപോലെ അടുത്തത് മുരളി മനോഹർ ജോഷി, വളരെ പവർഫുള്ളായിട്ടുള്ള ആളായിരുന്നു. 75 വയസ്സായി, വീട്ടിൽ ഇരുന്ന് വാചം അടിക്കാനേ ഒക്കും, ഇപ്പോൾ വേറെ മാർഗമൊന്നുമില്ല, അവിടെ ഇരുന്നോണം ഉപനിഷത്തും വേദവും ജൈവകൃഷിയായിട്ട് ഇരുന്നോണം. അങ്ങനെ ഇവരൊക്കെ ഈ രീതിയിൽ അങ്ങോട്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ജസ്വന്ത് സിംഗ്, അല്ലെ യശ്വന്ത് സിൻഹ ആണോ, യശ്വന്ത് സിംഗ് ആണോ, യശ്വന്ത് സിംഗ് സിൻഹയാണ്. അദ്ദേഹത്തിനെ ഇതേപോലെ 75 വയസ്സായപ്പം റെഡിയാക്കിയിരുത്തി. അപ്പം ഇതാ ഞാൻ പറഞ്ഞേ, മറ്റേ ജസ്വന്ത് സിംഗ് അല്ല, അദ്ദേഹം മിലിറ്ററിയിലൊക്കെ ആയിരുന്നു നേരത്തെ, അദ്ദേഹത്തിനല്ലേ യശ്വന്ത് സിൻഹ. അപ്പോൾ ഇവരെ ഇത്രയും പേരെ വിരമിപ്പിച്ചതാണ് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി. അപ്പോൾ അദ്ദേഹം ഈ 75 വയസ്സിനെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത് ശ്രീ മോഹൻ ഭാഗവത് മനഃപൂർവ്വം ചെയ്തതാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഇതിൽ കൂടെ വായിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ എന്നേ തോന്നുള്ളൂ. പിന്നെ അതേ ദിവസം തന്നെ ശ്രീ അമിത്ഷാ നടത്തിയ ഈ പ്രസംഗം എന്ന് പറയുന്നതും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും ശരി, ആസ് ഇസ് തിങ്സ് നൗ, കാരണം ഇപ്പോൾ നിലവിലിരിക്കുന്ന ഇത് നമ്മുടെ ഒരു യഥാർത്ഥത്തിൽ BJPയുടെ ഒരു സ്വഭാവം അനുസരിച്ച് എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ വിനീതമായ അഭിപ്രായം എന്നേ ഞാൻ പറയുന്നുള്ളൂ, എൻ്റെ അഭിപ്രായത്തിൽ അതിൽ പ്രധാനമന്ത്രിയായിട്ടിരിക്കാൻ യോഗ്യനെന്ന് പറയുന്നത് ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്.